പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാകുന്ന കേരള സ്റ്റോറി എന്ന സിനിമയെന്നും അത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്നും സിനിമ വഴിയുള്ള ഇത്തരം കുപ്രചരണങ്ങളിൽ വഞ്ചിതരാകരുതെന്നും നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ലെന്നും പറഞ്ഞ് ബഹുമാന്യനായ പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി കേരള സ്റ്റോറി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മാനവികവും സാമുദായികവുമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങേയറ്റം മതസൗഹാർദ്ദപരമായി മാത്രം പ്രതികരിക്കാറുള്ള ബഹുമാന്യനായ പാളയം മൗലവിയുടെ വാക്കുകൾ എക്കാലത്തും പൊതുസമൂഹത്തിന് സ്വീകാര്യം തന്നെയാണ്. എന്നാൽ കേരള സ്റ്റോറി വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന് പറയാതെ വയ്യ. ഒരിക്കൽ പോലും പാലസ്തീനെ അങ്ങോട്ട് കയറി ദ്രോഹിക്കാതെ പാലസ്തീനിലെ സാധാരണക്കാർക്ക് തൊഴിലും അവശ്യസാധനങ്ങളും നൽകിയിരുന്ന ഇസ്രായേലിനെ പിശാചെന്ന് വിളിച്ചതടക്കമുള്ള ഇമാമിന്റെ പ്രസ്താവനകളോട് കടുത്ത വിയോജിപ്പും അറിയിക്കാതെ തരമില്ല. കഴിഞ്ഞ വർഷമിറങ്ങിയ കേരള സ്റ്റോറി എന്ന സിനിമാ സംബന്ധമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സതീശനുമടക്കമുള്ള ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ പടച്ചുവിട്ടതാണ്. ദൂരദർശനിലെ സംപ്രേഷണത്തിന്റെയും കത്തോലിക്ക സഭ ഇടുക്കി രൂപതയുടെ പ്രദർശനത്തിന്റെയും പിന്നാലെ കേരള സ്റ്റോറി എന്ന സിനിമ കേരള സഭ ആകമാനം ഏറ്റെടുത്തതിന്റെയും കേരളമാസകലം അത് വീണ്ടും ചർച്ചയായതിന്റെയും പിന്നിൽ അധികാര ആർത്തി പെരുത്ത കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും കൂലി കുഴലൂത്തുകാരായ മാധ്യമങ്ങളും തന്നെയാണ്. ഇന്ത്യയിലെ നിയമത്തിന് വിധേയപ്പെട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമ തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും അത് റഫറൻസായി ഉപയോഗിക്കാമെന്നിരിക്കെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രം അങ്ങനൊന്നും പാടില്ല എന്നുള്ള രാഷ്ട്രീയ കാപട്യം അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരള സ്റ്റോറി സിനിമ നിയമവിരുദ്ധമല്ലെങ്കിൽ സിനിമയിലെ കണ്ടന്റ് ചർച്ചകളിൽ ഉൾപ്പെടുത്തിയ ക്രൈസ്തവർ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന കുറ്റവാളികൾ ആകുന്നത് എങ്ങനെ? കേരളത്തിലെ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ തീവ്രവാദികളാണെന്നോ രാജ്യവിരുദ്ധരാണെന്നോ കേരള സ്റ്റോറി പറഞ്ഞിട്ടില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിലെ ആരും തന്നെ അങ്ങനെ ചിന്തിക്കുന്നില്ല. തങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തിനു വേണ്ടി ജീവൻ കൊടുത്തും തീവ്രമായി വാദിക്കുന്നവരുടെ അഥവാ തീവ്രവാദികളുടെ സംഘടനകൾ എല്ലാ വിഭാഗങ്ങളുടേതുമായി എല്ലാ കാലത്തും ലോകത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും തീവ്രവാദികൾ എന്ന് പറയുമ്പോഴേ അത് മുസ്ലിം സമൂഹത്തെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് ആ മതസമൂഹത്തിൽ മുതലെടുപ്പ് നടത്തുന്ന കണ്ണിങ് പൊളിറ്റീഷ്യന്മാരും ഇത് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് ഇരവാദ മുതലെടുപ്പിന് കളമൊരുക്കുന്ന തീവ്രവാദികളുടെ കൂട്ടുവേലക്കാരിൽ ചിലരുമാണ് സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ ഇനിയും എന്തിനാണ് സംശയം? ഇവരാണ് ഹമാസിനെയും ഇസ്ലാമിക് സ്റ്റേറ്റിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും പോലുള്ള അസൽ തീവ്രവാദികളെ ന്യായീകരിച്ചും മഹത്വവൽക്കരിച്ചും നല്ലവരായ ഇസ്ലാമിക സഹോദരന്മാർക്ക് കൂടെ തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി മുതലെടുക്കുന്നത്. കേരള സ്റ്റോറിയിലെ മുഖ്യപ്രമേയമായ പ്രണയക്കെണിയും തീവ്രവാദവുമൊക്കെ രാജ്യദ്രോഹികളായ അസൽ തീവ്രവാദികൾ ചെയ്തതാണ് എന്നാണ് കഥാകഥനം. എന്നാൽ അതിലേക്ക് മാന്യരായ ഇസ്ലാമിക സമൂഹത്തെ വലിച്ചിഴയ്ക്കുന്നത് ഇവിടുത്തെ കണ്ണിങ് പൊളിറ്റീഷ്യന്മാർ തന്നെയാണെന്ന് ബഹുമാന്യ ഇമാം സാഹിബിനോട് വിനയപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. പാലസ്തീനിലെ സാധാരണക്കാരുടെ വിഷമതകൾക്കൊപ്പം തന്നെയാണ് ലോകത്തിന്റെ മുഴുവൻ മനസ്സും. പക്ഷേ ഇസ്രായേലിലെ ആബാലവൃന്ദം ജനങ്ങളോട് കൊടും ക്രൂരത ചെയ്ത ഹമാസ് തീവ്രവാദികൾക്കൊപ്പമല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.